Good morning, my dear students. Let us start the next class. നമ്മൾ പ്രോബബിലിറ്റി ആണ് സ്റ്റാർട്ട് ചെയ്തത്. പ്രോബബിലിറ്റി ഡെഫിനിഷൻ കണ്ടു. അടുത്തത് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ പ്രോപ്പർട്ടീസ് ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇവിടെ ഇ ആൻഡ് എഫ് ബി ഇവൻറ്റ്സ്. സാമ്പിൾ സ്പേസ് എസ് ആണ് ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ. ഇയും എഫും അതിൻ്റെ രണ്ട് ഈവൻറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോപ്പർട്ടി 1 പറയുന്നത് പ്രോപ്പർട്ടി ഓഫ് എസ് ഗിവൺ എഫ്, പ്രോബബിലിറ്റി ഓഫ് എസ് ഗിവൺ എഫ്. എസ് എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസ് തന്നെയാണ്. ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ എഫ്. നമ്മളതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നില്ല, ഇത് രണ്ടും ഈക്വൽ ആണ്. പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ എഫ്. അപ്പോൾ ഇവിടെ എഫ് സംഭവിച്ചു കഴിഞ്ഞാൽ എസ് സംഭവിച്ചു എന്ന് പറയുമ്പോൾ എഫ് ഓൾറെഡി സംഭവിച്ചതാണ്. അപ്പോൾ യു ക്യാൻ ടേക്ക് ലൈക്ക് ദിസ്: probability of S given F equal to probability of F given F, that is equal to 1. Okay. Then probability 2 is, property 2 is, if A and B are any two events of a sample space S and F is an event of S such that probability of F not equal to 0. So, ഇവിടെ probability of F not equal to 0, E and F are two events. എ ആൻഡ് ബിയും ഇവൻറ്റ്സ് ആണ്. എഫ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഇവൻ്റാണ്, അതായത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് വേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ആണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ എഫ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രൂഫിലേക്ക് കൂടുതൽ പോകുന്നില്ല, ജസ്റ്റ് സ്റ്റഡി ദാറ്റ് റിസൾട്ട്സ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ് മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഗിവൺ എഫ്. ഓക്കെ, ഇനി എയും ബിയും ഡിസ്ജോയിൻറ്റ് ഈവൻറ്റ്സ് ആണെങ്കിൽ ഇവിടെ ഈ എ ഇൻ്റർസെക്ഷൻ ബി ഇവിടെ 0 ആണ് ഡിസ്ജോയിൻറ്റ് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്, ദെൻ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ്. ഓക്കെ, ആ ടേം 0 ആയി പോകും. ദെൻ യു വിൽ ഗെറ്റ് ദിസ് റിസൾട്ട്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഗിവൺ എഫ് ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ എഫ് പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എഫ്. അവിടെ തന്നിട്ടുണ്ട് എ ആൻഡ് ബി ആർ ഡിസ്ജോയിൻറ്റ്. ഓക്കെ, അടുത്ത എന്താ നോക്കാം. പ്രോപ്പർട്ടി 3, പ്രോബബിലിറ്റി ഓഫ് എ ഡാഷ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ. ഓക്കെ, അപ്പോൾ എ കോംപ്ലിമെൻറ്റിൻ്റെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ആണ്. പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഗിവൺ എഫ് ആണെങ്കിലോ പ്രോബബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഗിവൺ എഫ്, ദാറ്റ് ഈസ് 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് E given F. 1 minus probability of E given F. ഈ നോട്ട് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ലുക്ക് ഇൻ ടു ദാറ്റ് ക്വസ്റ്റ്യൻ. Given that E and F are events such that probability of E is 0.6, probability of F is 0.3 and probability of E intersection F is 0.2 and find probability of E given F and probability of F given E. അപ്പോൾ നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് എഫ് തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫും തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് കാണാനാണ്. നമുക്ക് ഓൾറെഡി അറിയാം വാട്ട് ഈസ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ഓക്കെ, നോക്കുക. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻ്റർസെക്ഷൻ എഫ് 0.2 എന്നാണ് തന്നിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എഫ് 0.3 ആണ്. അപ്പോൾ 0.2 by 0.3, ദാറ്റ് ഈസ് 2/3 ആൻഡ് ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 0.66. ഓക്കെ, ഇനി അടുത്ത് നോക്കിയാൽ പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ, അത് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ഇ ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ. ആ റിസൾട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ എഫ് ഇ എന്ന് പറയുന്നത് 0.2 ആണ്.
അപ്പോൾ 0.2 by probability of E given as 0.6. 0.2 by 0.6, that is 2 by 6, that is equal to 1 by 3. Okay, so that is equal to 0.33. Okay. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If probability of A equal to 0.8, probability of B equal to 0.5 and probability of B given A is 0.4. Find probability of A intersection B, probability of A given B and probability of A union B. Okay. അപ്പോൾ ഇവിടെ നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ. നമുക്ക് തന്നിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ തന്നിട്ടുണ്ട്. ബി ഇൻ്റർസെക്ഷൻ എയുടെ പ്രോബബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ പ്രോബബിലിറ്റി ഓഫ് എ. ബി ഇൻ്റർസെക്ഷൻ എയുടെ പ്രോബബിലിറ്റി നമുക്ക് കാണാനുള്ളതാണ്. ഓക്കെ, ബി ഗിവൺ എയുടെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്, അത് അപ്ലൈ ചെയ്യുക അവിടെ. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു 0.4 ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ നമുക്ക് കാണാനുള്ളതാണ് ബൈ 0.8, ദാറ്റ് ഇസ് ഗിവൺ പ്രോബബിലിറ്റി ഓഫ് എ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഈസ് 0.4 into 0.8, ദാറ്റ് ഇസ് 0.32. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്താണ്? ജസ്റ്റ് റിസൾട്ട് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് നമുക്ക് ഓൾറെഡി കണ്ടു. നമ്മൾ പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നിട്ടുണ്ട് 0.32 ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് ഓൾറെഡി ഗിവൺ. പ്രോബബിലിറ്റി ഓഫ് ബി ഈസ് 0.5. So substitute that 0.32 by 0.5, that is 32 by 50, that is 0.64. ഇനി അടുത്ത് നോക്കുക, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ്. അത് നമുക്കറിയാം, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഈ വാല്യൂസ് എല്ലാം നമുക്കറിയാം, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 0.8 പ്ലസ് 0.5 മൈനസ് 0.32, ദാറ്റ് ഈസ് 1.3 മൈനസ് 0.32, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98. സോ ദാറ്റ് ഈസ് ഓൾ. Okay. Then come to the next question. What is the question? Question is given as probability of A equal to 6 by 11, probability of B is 5 by 11 and the probability of A intersection B equal to 7 by 11 and you have to find out probability of A intersection B, probability of A given B and probability of B given A. Okay, first one നോക്കാം, probability of A union B. അതെന്താണെന്ന് നമുക്കറിയാം, probability of A plus probability of B minus probability of A intersection B. A intersection B. Probability of A intersection B. A intersection B ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഓൾറെഡി നമുക്കറിയാവുന്ന ഫോർമുലയാണ്, അത് എഴുതുക. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഈ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റിയാണ് കാണേണ്ടത്, അതൊരു ഈ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, ബാക്കിയുള്ളത് റൈറ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ആ വാല്യൂസ് എല്ലാം നമുക്കറിയാവുന്നതാണ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 0.36. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. അതും ഡയറക്റ്റ് ആപ്ലിക്കേഷനാണ്. പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈസ് പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബിയുടെ പ്രോബബിലിറ്റി 4 by 11 ആണ്. ഡിനോമിനേറ്റർ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് 5 by 11 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 11 ക്യാൻസൽ ആയി പോകും. ദെൻ യു വിൽ ഗെറ്റ് 4 by 5, ദാറ്റ് ഈസ് ഈക്വൽ ടു 0.8. ഓക്കെ, അടുത്ത് നോക്കാം, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. അതെന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ബൈ പ്രോബബിലിറ്റി ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 by 11 by 6 by 11, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 by 6, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 by 3. So that is, the answer is 0.66. Okay, so that is over. Then come to another note given here. Let S be a sample space and E be an event, then probability of E is number of E by number of S. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ്, number of E by number of S. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. See this. A coin is tossed 3 times. ഓക്കെ, ഒരു കോയിൻ നമ്മൾ 3 times ടോസ് ചെയ്യാണ്. അപ്പോൾ എന്തായിരിക്കും സാമ്പിൾ സ്പേസ് വരിക? അപ്പോൾ നമുക്കറിയാം, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് വരാം, ടെയിൽ വരാം. അപ്പോൾ 3 times ആണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സാമ്പിൾ സ്പേസ്? നിങ്ങളൊന്ന് എഴുതി നോക്കുക സാമ്പിൾ സ്പേസ്. ഓക്കെ,
ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ ഫസ്റ്റ് വൺ ഇ ഹെഡ് ഓൺ തേർഡ് ടോസിൽ ഹെഡ് വരുന്ന ഒരു ഇവൻ്റാണ് ഇ എന്ന് എടുത്തിരിക്കുന്നത്. എഫ് എന്ന് പറയുന്നത് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ് ആണ്. ഫസ്റ്റ് 2 ടോസസിൽ ഹെഡ് വന്നാൽ അങ്ങനെയുള്ള സാമ്പിൾ പോയിൻറ്റ്സ് എല്ലാം അതിലെ എലമെൻറ്റ്സ് എല്ലാം ജോയിൻ ചെയ്ത് ഒന്നിച്ച് എഴുതി കഴിഞ്ഞാൽ ഒരു സെറ്റായിട്ട് എഴുതി അതാണ് എഫ് എന്ന് പറയുന്നത്. ഓക്കെ. ഇ എന്ന് പറയുന്ന അടുത്ത ക്വസ്റ്റ്യനിൽ ഡിഫറെൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് വരുന്നതാണ്. നമുക്ക് ഓരോന്നെടുത്ത് ചെയ്യാം. ദെൻ 2, 3 3 കേസ് പറയുന്നുണ്ട്. പിന്നെ ഫൈൻ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഇൻ ഈച്ച് കേസ്. ഈ ഓരോ കേസിലും പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് പോവാം. ഇവിടെ എസ് എന്താണ്? അപ്പോൾ 3 ടൈംസ് ആണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഹെഡ് വന്നു, വീണ്ടും ടോസ് ചെയ്തപ്പോൾ വീണ്ടും ഹെഡ് വന്നു, വീണ്ടും ടോസ് ചെയ്തപ്പോൾ വീണ്ടും ഹെഡ് വന്നു. അപ്പോൾ അതെന്താ സാമ്പിൾ പോയിൻ്റ് നമ്മൾ എഴുതാം H. ഓക്കെ. അടുത്തത് ആദ്യത്തെ 2 H വന്നു, ലാസ്റ്റ് മാത്രം T വന്നു. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എല്ലാ സാമ്പിൾ പോയിൻറ്റ്സും എഴുതുമ്പോൾ എസ് നമുക്ക് ഇങ്ങനെ കിട്ടും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ HHH, HHT, HTH പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസും നമ്മൾ എഴുതി. ദാറ്റ് ഈസ് എസ്. ഓക്കെ. അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള എല്ലാ ഔട്ട്കംസും എഴുതി നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതി. ഇനി നമ്മൾ ഓരോ കേസിലേക്കും എടുക്കുകയാണ്. ഫസ്റ്റ് കേസ് എന്താണ്? ഇ എന്ന് പറയുന്നത് എന്താണ്? ഇ എന്ന് പറയുന്നത് ഹെഡ് ഓൺ തേർഡ് ടോസ്. അപ്പോൾ ഇ എന്ന് പറയുന്ന ഇവൻ്റ് നമുക്കിവിടെ എഴുതാം. തേർഡ് ടോസിൽ ഈ സാമ്പിൾ സ്പേസിൽ തേർഡ് H വരുന്നത് എല്ലാം എടുത്തെഴുതുക. അപ്പോൾ ഈ ഫസ്റ്റ് കേസിലുണ്ട്, പിന്നെ ഈ കേസിലുണ്ട്, പിന്നെ നമ്മൾ ഇതിൽ വരുന്നുണ്ട്, പിന്നെ ഇതിൽ വരുന്നുണ്ട്, അങ്ങനെ 4 കേസിലാണ് വരുന്നത്. അത് നമ്മൾ എഴുതി. അപ്പോൾ ഇതാണ് ഇ എന്ന് പറയുന്ന ഇവൻ്റ്. സെറ്റ് HHH, HTH, THH, TTH. ഓക്കെ. ഇനി എഫ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എന്ന് പറയുന്ന ഇവൻ്റ് വരുന്നത് ഹെഡ്സ് ഓൺ ഫസ്റ്റ് 2 ടോസസ്. ഫസ്റ്റ് 2 ടോസിൽ H വരുന്നത് ഏതാണ്? അത് നോക്കാം. ഫസ്റ്റ് 2 ടോസിൽ ഇവിടെ വരുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്, വേറെ എവിടെയെങ്കിലും വരുന്നുണ്ട്? ഫസ്റ്റ് 2 ടോസിലും H ഇല്ല. അപ്പോൾ ആ 2 സാമ്പിൾ പോയിൻറ്റ്സേ ഉള്ളൂ. അപ്പോൾ എഫ് എഴുതി, ഇയും എഴുതി. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്താണെന്ന് നോക്കാം. ഇയിലും എഫിലും ഉള്ളത് ഈ ഫസ്റ്റ് എലിമെൻ്റ് ഉണ്ട് രണ്ടിലും അല്ലേ. അപ്പോൾ സെറ്റ് HHH എഴുതി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ത് വരും? ഈ ഇൻ്റർസെക്ഷൻ എഫിൽ ഒരേ ഒരു സാമ്പിൾ പോയിൻ്റേ ഉള്ളൂ. സാമ്പിൾ സ്പേസിൽ 8 സാമ്പിൾ പോയിൻ്റ് ഉണ്ട്. ഇത് 8 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ. അപ്പോൾ എന്താ ഈ നമ്പർ ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷൻ എഫിൽ 1 ആണ്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/8. ഇനി പ്രോബബിലിറ്റി ഓഫ് എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഇവിടെ 2 ഇവൻറ്റ്സ് ഉണ്ട്. അപ്പോൾ 2/8. ഓക്കെ, 2/8. ഇനി നമുക്ക് എഴുതാൻ ചോദ്യം ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. ഇതിലെല്ലാത്തിനും പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ആ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഉണ്ട്, പ്രോബബിലിറ്റി ഓഫ് എഫ് ഉണ്ട്. 1/8/2/8 ദാറ്റ് ഈസ് 1/2. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് 2 ഹെഡ്സ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ അറ്റ്ലീസ്റ്റ്, അതായത് ഏറ്റവും കുറഞ്ഞത് 2 ഹെഡ്സ് വേണം. അപ്പോൾ 2 ഹെഡ്സ് ഏറ്റവും കുറഞ്ഞത്. അപ്പോൾ നമുക്ക് പറയാം 2 ഹെഡ്സ് വേണം, മിനിമം 3 ഹെഡ്സും ആകാം അല്ലേ. 1 ഹെഡേ ഉള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ വരാം? 2 ഹെഡ്സ് വരാം, 3 ഹെഡ്സും വരാം. അങ്ങനെയുള്ള എല്ലാ സാമ്പിൾ പോയിൻറ്റ്സും ഇവിടെ എടുത്തെഴുതുക. ഇതിൽ നോക്കുക, 2 ഹെഡ്സ്, ഇത് 3 ഹെഡ്സ് ഉണ്ട്, 2 ഹെഡ്സ്, 2 ഹെഡ്സ്, 2 ഹെഡ്സ്, അങ്ങനെയുള്ളതെല്ലാം എഴുതി. അപ്പോൾ ഇയിൽ 4 സാമ്പിൾ പോയിൻറ്റ്സ് ഉണ്ട്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവൻ്റ് എന്ന് നോക്കിയേ. അറ്റ്മോസ്റ്റ് 2 ഹെഡ്സ്, ഏറ്റവും കൂടിയത് 2 ഹെഡ്സ്. അപ്പോൾ 2 ഹെഡ്സ് മാക്സിമം വരാം. 1 ഹെഡ് ആയാലും വരാം, 0 ഹെഡ് ആയാലും വരാം. അപ്പോൾ അറ്റ്മോസ്റ്റ് 2 ഹെഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് പോസിബിലിറ്റി. 0 ഹെഡ് വരാം, 1 ഹെഡ് വരാം, 2 ഹെഡ് വരാം. അങ്ങനെയുള്ള ഈവൻറ്റ്സ് എടുത്തെഴുതുക എഫിൽ. ഈവൻറ്റ്സ് അല്ല, സാമ്പിൾ പോയിൻറ്റ്സ്. അപ്പോൾ ഇതിൽ മാക്സിമം 2 ഹെഡ്സ് വന്നിട്ടുണ്ട്. 1 ഹെഡ് വന്നാലും 0 ഹെഡ് വന്നാലും, അതായത് ടിയും വരും. ഓക്കെ. അപ്പോൾ എഫും എഴുതി. ഇനി ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇതിൽ നിന്ന് നോക്കി എഴുതുക. ഇയും എഫും നോക്കിയിട്ട് രണ്ടിലും കോമൺ ആയിട്ടുള്ള എഴുതുക. ഈ ഇൻ്റർസെക്ഷൻ എഫ് എഴുതി. ഇനി ഓരോന്ന് കണ്ടേ. പ്രോബബിലിറ്റി ഓഫ് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇവിടെ 3 ആണ്. സാമ്പിൾ സ്പേസിൽ 8 ഉണ്ട്. അപ്പോൾ 3/8. പ്രോബബിലിറ്റി ഓഫ് എഫ് കാണുക, അത് 7/8 ആണ്.
ഓക്കെ. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3/8 by 7/8, ദാറ്റ് ഈസ് 3/7. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു 3/7. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇ ഈസ് അറ്റ്മോസ്റ്റ് 2 tails, ഏറ്റവും കൂടുതൽ 2 tails. അപ്പോൾ എന്തൊക്കെ വരാം? 0 tail വരാം, 1 tail വരാം, 2 tail വരാം. അപ്പോൾ അങ്ങനെയുള്ള സാമ്പിൾ സ്പേസ് എല്ലാം എടുത്ത് ഇവിടെ എഴുതുക. അപ്പോൾ ഇതിൽ ടെയിൽസിൻ്റെ എണ്ണം മാക്സിമം 2 വരാം. 1 tail ആയാലും കുഴപ്പമില്ല, 0 tail ആയാലും കുഴപ്പമില്ല. അപ്പോൾ HH വരും അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാം എഴുതി. അപ്പോൾ നമ്പർ ഓഫ് ഇ ഇവിടെ 7 ആണ്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് 7/8 വരും. ഓക്കെ. ഇനി എഫ് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 tail, നേരത്തെ എഴുതിയ പോലെ തന്നെ അറ്റ്ലീസ്റ്റ് 1 tail ആണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 tail മീൻസ് 1 or 2 or 3 tail അല്ലേ. 1 tail ആവാം, 2 tail ആവാം, 3 tail ആവാം. അപ്പോൾ അതുപോലെയുള്ള ഇവൻറ്റ്സ് ഇവിടെ എഴുതി. ഓക്കെ. ഇനി ഈ ഇൻ്റർസെക്ഷൻ എഫ് എടുത്ത് എഴുതുക. അതിൽ നിന്ന് അത് 6 elements ഉണ്ട്. അപ്പോൾ 6/8 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി ഓഫ് എഫ് നമ്മൾ ഓൾറെഡി കണ്ടു, 7/8. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്, ദാറ്റ് ഈസ് 6/8 by 7/8, ദാറ്റ് ഈസ് 6/7. ഓക്കെ. സോ ദാറ്റ് ഈസ് ഓവർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. 2 coins are tossed once where ഇ എന്ന് പറയുന്നത് ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 coin, എഫ് എന്ന് പറയുന്നത് 1 coin ഷോസ് ഹെഡ്. 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇ നോ ടെയിൽ അപ്പിയേഴ്സ്, എഫ് നോ ഹെഡ് അപ്പിയേഴ്സ്. ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഇൻ ഈച്ച് കേസ് അബവ്. അപ്പോൾ നേരത്തെ ചോദിച്ച ഏകദേശം അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ 2 coins ആണ് ടോസ് ചെയ്യുന്നത്, 3 coins അല്ല. അപ്പോൾ നമ്മൾ സാമ്പിൾ സ്പേസ് എഴുതണം. 2 coins ടോസ് ചെയ്യുന്നു. അപ്പോൾ എസ് എഴുതിയാൽ എന്ത് വരും? HH, HT, TH, TT, 4 എലിമെൻറ്റ്സേ ഉള്ളൂ. ഓക്കെ. ഇനി ഇ എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഇ എന്ന് പറയുന്നത് ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 coin, ഏതെങ്കിലും ഒരെണ്ണം ടി വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കി എഴുതാം, ഏതെങ്കിലും ഒരെണ്ണം ടെയിൽ വരുന്നത് അല്ലേ. ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 coin, ഒരു കോയിനിൽ ടെയിൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസ് എഴുതി. ഇനി എഫ് എന്ന് പറയുന്നത് 1 coin ഷോസ് ഹെഡ്, ഒരു കോയിൻ ഹെഡ് കാണിക്കുന്നത്. അപ്പോൾ HT, TH അത് തന്നെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നോക്കുക, ഇയും എഫും. അപ്പോൾ ഒരു ടെയിലെങ്കിലും വേണം. ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 coin, ഒരു കോയിനിൽ ടെയിൽ വരുന്നതാണ് ആദ്യത്തെ കേസ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് ദിസ് വൺ ടെയിൽ അപ്പിയേഴ്സ് ഓൺ 1 coin. അപ്പോൾ രണ്ടിലും ടെയിൽ വരുന്നത് പറ്റില്ല, 1 coinൽ ടെയിൽ വരുന്നത്, അതാണ് ഇ എന്ന് പറയുന്ന ഇവൻ്റ്. എഫ് എന്ന് പറയുന്ന ഇവൻ്റ് ഇതാണ്. അപ്പോൾ ഇ എഫ് ഇവിടെ ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈക്വൽ ടു 1. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇ നോ ടെയിൽ അപ്പിയേഴ്സ്. ഇ എന്ന് പറയുന്നത് ടെയിൽ ഇല്ല, അപ്പോൾ HH അല്ലേ. ആദ്യത്തേത് മാത്രം ഈ വരി എഴുതി നമ്മൾ. എഫ് എന്ന് പറയുന്നത് എന്താ? നോ ഹെഡ് അപ്പിയേഴ്സ്, അങ്ങനെ വരുന്ന കേസ് ഇതാണ്. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഇവിടെ 0 ആണ്. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ബൈ പ്രോബബിലിറ്റി ഓഫ് എഫ്. ഓക്കെ. സോ അതിവിടെ എന്ത് വരും എന്ന് നോക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പ്രോബബിലിറ്റി ഓഫ് എഫ് ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എഫ് നമ്മൾ എഴുതി. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ 0 എന്തായാലും പ്രോബബിലിറ്റി ഓഫ് എഫ് എന്തായാലും പ്രശ്നമില്ല. 0 എ നമ്പർ ഈസ് 0. സോ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ഈസ് 0. Okay, so that is all. Then come to the next question. A fair die is rolled. Consider events E, F, G. 3 events തന്നിട്ടുണ്ട്. Find 1. Probability of E given F, probability of F given E, etc. അങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് അല്ലേ. അത് ഓരോന്നും ആൻസർ ചെയ്യാം. ഓക്കെ. അടുത്ത പേജിലേക്ക് പോവാം. യെസ് എന്താണ്? ക്വസ്റ്റ്യൻ എന്താണ്? എ ഫെയർ ഡൈ ഈസ് റോൾഡ്. ഒരു ഡൈ ആണ്. ഡൈ നമുക്കറിയാം, അതിൽ നമ്മൾ ഈ പാമ്പും കൂടിയും കളിക്കുമ്പോഴുള്ള ഡൈ ഇല്ലേ, അത് തന്നെ. അപ്പോൾ 1, 2, 3, 4, 6 വരെയുണ്ട് അല്ലേ.
അപ്പോൾ നമ്മൾ എറിയുമ്പോൾ ത്രോ ചെയ്യുമ്പോൾ 1 വന്നാൽ ഔട്ട്കം 1 ആണ് പോസിബിൾ ഔട്ട്കം, 2 വന്നാൽ 2, 6 വന്നാൽ 6, അതുപോലെ അല്ലേ. അങ്ങനെ വരുന്നു. കൺസിഡർ ഈവൻസ് ഓരോന്ന് തന്നിരിക്കുന്നു. അതായത് 1, 3, 5 എന്ന് പറയുമ്പോൾ 1 വരുന്നു, 3, 5 വരുന്നു, 3 വരുന്നു, 5 വരുന്നു, അതെല്ലാം ഓക്കെ. നമ്മളിത് കഴിഞ്ഞ വർഷം ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ ഇ എന്ന് പറയുന്ന ഇവൻ്റ് നമുക്ക് തന്നിട്ടുണ്ട്, എഫ് എന്ന് പറയുന്ന ഇവൻ്റും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് ആണ്. ഇയും എഫും ജിയും തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ്. അപ്പോൾ ഈ ഇവിടെ എഫ് നമ്മൾ എടുത്ത് എഴുതി, ഇ എഫ് ഓക്കെ. ദെൻ ഈ ഇൻ്റർസെക്ഷൻ എഫ് എന്താണെന്ന് നോക്കി, ഇവിടെ സെറ്റ് 3 ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഒരു എലിമെൻറ്റേ ഉള്ളൂ, ഇവിടെ ടോട്ടൽ 6 ഉണ്ട്, അപ്പോൾ 1/6 വരും അല്ലേ. പ്രോബബിലിറ്റി ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എഫിൽ 2 എലിമെൻ്റ് ഉണ്ട്, 2/6 ആണ് അതിൻ്റെ പ്രോബബിലിറ്റി. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഇ ഗിവൺ എഫ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ജസ്റ്റ് അപ്ലൈ ദാറ്റ് റിസൾട്ട്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് 1/2. ഇനി പ്രോബബിലിറ്റി ഓഫ് ഇ എന്താണ്? ഈ ഇവിടെ 3 ഉണ്ട്, 3/6 1/2 വരും. പ്രോബബിലിറ്റി ഓഫ് എഫ് ഗിവൺ ഇ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്രോബബിലിറ്റി ഓഫ് എഫ് ഇൻ്റർസെക്ഷൻ ഇ ബൈ പ്രോബബിലിറ്റി ഓഫ് ഇ ഈസ് ദിസ് ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതെല്ലാം ആൻസർ ചെയ്യുക. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒരേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ സംതിങ് ഡിഫറെൻറ്റ് ഓക്കെ. അപ്പോൾ ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇ യൂണിയൻ എഫ് എന്താ ക്വസ്റ്റ്യൻ എന്താ? പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഗിവൺ ജി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഗിവൺ ജി. അപ്പോൾ ഇവിടെ ഇ യൂണിയൻ എഫ് എഴുതുക, ജി എഴുതുക, ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എഴുതുക ഓക്കെ. അപ്പോൾ ഇത് സാധാരണ സെറ്റ് ചെയ്യണ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാം. ദെൻ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ജി, പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ജി എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ കണ്ടത്. ഇ യൂണിയൻ എഫ് ഗിവൺ ഇൻ്റർസെക്ഷൻ ജി എന്ന് പറയുമ്പോൾ 3 എലമെൻറ്റ്സ് ആണുള്ളത്, 3/6, അപ്പോൾ അത് 1/2 വരും. പ്രോബബിലിറ്റി ഓഫ് ജി എന്ന് പറയുന്നത് ജി ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, അത് 4 എലമെൻറ്റ്സ് ഉണ്ട്, 4/6 വരും ഓക്കെ. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഗിവൺ ജി, അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഫോർമുല അപ്ലൈ ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ബൈ പ്രോബബിലിറ്റി ഓഫ് ജി. ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതെല്ലാം നമ്മൾ കണ്ടിട്ട് എഴുതിയിട്ടുണ്ട്, അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3/6 by 4/6 ദാറ്റ് ഈസ് 3/4 ഓക്കെ. ഇനി നമ്മൾ വീണ്ടും ഈ ഇൻ്റർസെക്ഷൻ എഫ് എഴുതുക, ഇയും എഫും നോക്കുക, ഈ ഇൻ്റർസെക്ഷൻ എഫ് എഴുതുക, ജി എഴുതുക. നമുക്ക് കാണേണ്ടത് ഈ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ആണ്, അതേതാണെന്ന് നോക്കുക, ദാറ്റ് ഈസ് സെറ്റ് 3. അതിൻ്റെ പ്രോബബിലിറ്റി എഴുതുക, 1 എലമെൻറ്റേ ഉള്ളൂ, 1/6. ഇനി ഇതാണ് നമുക്ക് കാണേണ്ടത്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്രോബബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഇൻ്റർസെക്ഷൻ ജി ബൈ പ്രോബബിലിറ്റി ഓഫ് ജി. ആ വാല്യൂസ് ഇവിടെ കണ്ടിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 1/4 ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബ്ലാക്ക് ആൻഡ് റെഡ് ഡൈസ് ആർ റോൾഡ്. ബ്ലാക്ക് ഡൈ ഉണ്ട്, റെഡ് ഡൈ ഉണ്ട്. Find the conditional probability of obtaining a sum greater than 9 given that the black die resulted in a 5. Okay. Find the conditional probability of obtaining the sum 8 given that the red die resulted in a number less than 4. Okay. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക, മാക്സിമം ചെയ്തു നോക്കുക ഓക്കെ. Then we will discuss it later. Okay. Thank you very much.